ഹലോ. സോ ഈ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ അല്ല, പക്ഷേ ചെയ്യാണ്ടിരിക്കാൻ എൻ്റെ മനസ്സെന്തോ സമ്മതിച്ചില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, നമ്മുടെ യൂട്യൂബർ മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലുള്ള കല്യാണി ചേച്ചിയുടെ ഒരു ഇഷ്യൂ നടക്കുന്ന കാര്യം. അതിൽ കല്യാണി ചേച്ചി ഒരു ഹിമാലയയുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്തു എന്നും പറഞ്ഞാണ് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത്. ബേസിക്കലി ആൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല അത് എത്രത്തോളം ആളുകൾ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ആളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫേസിന്റെ ഒരു സൈഡിൽ മാത്രം ഹിമാലയയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങൾ ഇപ്പൊ പറയുവാണെങ്കിൽ ഞാൻ 2 ലെയർ അടുത്തതും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറ ഇതിന് വൈറ്റ് കാസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി എന്റെ ഫേസിൽ ഇത് മാച്ച് ആയി, പക്ഷെ നിങ്ങളുടെ ഫേസിൽ ഇത് മാച്ച് ആവണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എല്ലാവരുടെയും സ്കിന്ന് വേറെ വേറെ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറേ ക്രീംസ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് കുറേ ബ്രാൻഡ്സിൻ്റെ ക്രീംസും ഉണ്ട്. ഒന്നും ലോക്കൽ ബ്രാൻഡ്സ് അല്ല, കൊളാബിന് കിട്ടിയ ബ്രാൻഡ്സും ഉണ്ട്. അതുപോലെ ഞാൻ തന്നെ പൈസ കൊടുത്ത് മേടിച്ച ബ്രാൻഡ്സും ഉണ്ട്, എല്ലാം ഉണ്ട്. എനിക്കിതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്ത ഒരു ക്രീമും ഈ ഒരു ഇവിടുത്തെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. വൈറ്റ് കാസ്റ്റ് എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഏതൊരു സാധനം നമ്മുടെ ഫേസിലിട്ടാലും അതിൽ ചെറിയൊരു വൈറ്റ് കാസ്റ്റ് എങ്കിലും നമുക്ക് കാണപ്പെടും. അതായത് എന്തെങ്കിലും ഒരു ചെറിയ നമ്മുടെ ഇപ്പം ഞാൻ 2 ഫേസിൻ്റെ സൈഡിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ഫേസിൻ്റെ സൈഡ് കുറച്ച് ബ്രൈറ്റ് ആയിട്ടും ഇത് നോർമലായിട്ടും ആയിരിക്കും ഇരിക്കുന്നത്. കാരണം ഏതൊരു പ്രൊഡക്റ്റിനും അതിൻ്റേതായിട്ടുള്ള വൈറ്റ് കാസ്റ്റ് ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഒന്നും ഫേസിൽ ഇടണ്ടാത്ത പോലെയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ സ്കിപ്പ് ചെയ്തോ. നിങ്ങൾ ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധവും ഇല്ല, ഇല്ലേ? അല്ലാണ്ട് വെറുതെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ കൊളാബ് ചെയ്യുന്നവർ ഇപ്പം എങ്ങനെ പോയാലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ കൊളാബ്സ് വരും. കൊളാബ് ചെയ്യണം, കാരണം നമ്മുടെ ഗ്രോത്തിനും കൊളാബ് നമുക്ക് ആവശ്യമുള്ളതാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയോ ഇല്ലെങ്കിൽ എടുത്തോ ആരെയും സപ്പോർട്ട് ചെയ്തോ അങ്ങനെ ഒന്നും പറയുന്നതല്ല. എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു ക്ലിയർ ചെയ്യുവാണ്. കാരണം ഇപ്പം എന്താ പറയുക, ക്രീംസ് ഒന്നും യൂസ് ചെയ്യേണ്ട, നിങ്ങളുടെ നാച്ചുറൽ ബ്യൂട്ടി മതി എന്നുള്ളവർ ആരും യൂസ് ചെയ്യാണ്ടിരിക്കുക. എനിക്കതേ പറയാനുള്ളൂ. കാരണം നമ്മളൊരു ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു ചെറിയൊരു ബ്രൈറ്റ് നമ്മുടെ ഫേസിലുണ്ടാവും. അതിൻ്റെ അർത്ഥം അത് വൈറ്റ് കാസ്റ്റ് ആണെന്നല്ല. പിന്നെ കല്യാണ ചേച്ചി പറയുന്ന പോലെ തന്നെ ഈ സ്കിന്നിൽ എന്താ പറയുക, സ്യൂട്ട് ആവാത്തതും സ്കിൻ ടൈപ്പ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ആളുകളുണ്ടാവും. ചില ക്രീംസ് അവർക്ക് വർക്കാവും, ചില ക്രീംസ് വർക്കാവില്ല. ചില ക്രീംസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഫേസിൽ കുരു വരാൻ ചാൻസ് ഉണ്ട്. ചിലത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം തന്നെ നമ്മുടെ ഹിമാലയയുടെ ഫേസ് വാഷ് ഇല്ലേ, ആ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് വരുന്ന ആളുകളും പിമ്പിൾസ് ഒന്നും വരാത്ത ആളുകളെയും പേഴ്സണലി എനിക്കറിയാം. കാരണം അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് എല്ലാവർക്കും. പക്ഷെ അത് ചിലവരുടെ സ്കിൻ ടൈപ്പിന് അത് സ്യൂട്ട് ആവണമെന്നില്ല. സോ ഇത് പറയാൻ കാരണം ഞാൻ അതുകൊണ്ടാണ്. കാരണം എന്താ പറയുക, ഞാനും ഓൾറെഡി ലൈവ് വരുമ്പോഴാണെങ്കിലും ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും ഓരോ ക്രീംസ് പറയുന്നതിൻ്റെ അടിയിൽ ഞാൻ കമൻറ്റ്സ് കണ്ടിട്ടുണ്ട്, ഇതിപ്പോൾ ഏത് ഞങ്ങൾ മേടിച്ച് ഉപയോഗിക്കണം എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഓരോ പ്രൊഡക്ട്സും ഓരോ ബ്രാൻഡാണ്, ഓരോ പ്രൊഡക്ട്സും ഡിഫറെൻറ്റ് റേറ്റ്സ് ആണ്. ചിലത് ചിലരെ കൊണ്ട് അഫോർഡ് ചെയ്യും, ചിലത് ചിലരെ കൊണ്ട് അഫോർഡ് ചെയ്യില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ മാറി മാറി വീണ്ടും പുതിയ പുതിയ ബ്രാൻഡ്സ് നല്ലത് കണ്ടുപിടിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അതിൻ്റെ അടുത്ത് ഒരിക്കലും നമ്മൾ കൊളാബ് ചെയ്യാൻ വേണ്ടിയോ ഇല്ലെങ്കിൽ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയോ മാത്രം ഇരിക്കുന്ന ആളുകളെന്നല്ല. ഞാനും എൻ്റെ അടുത്തുള്ള സാധനങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കയ്യിൽ അന്നൊന്ന് എന്ത് കിട്ടുന്നു ഞാൻ അതെടുത്ത് വാരി പൊത്തിയിട്ട് പോകുന്ന ഒരാളാണ്. കാരണം എൻ്റെ സ്കിൻ കെയർ വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം പല പല ബ്രാൻഡ്സാണ് ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്ത് ഞാൻ കാണിക്കുന്നത്. സോ ദയവ് ചെയ്ത ആളുകളാരും ഇങ്ങനത്തെ കമൻറ്റ് ഇടാണ്ടിരിക്കുക. എന്താണെങ്കിലും അത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. കാരണം എന്താ പറയുക, ആരും കൊളാബ് ചെയ്യാണ്ടോ ഇല്ലേ പ്രൊമോഷൻസ് ചെയ്യാണ്ടോ ഒന്നും വളർന്നു വന്ന ആളുകളില്ല. എല്ലാവരും അവരവരുടെ വർക്ക് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് അതും ചെയ്യുന്നു. സോ ഇനി ആരും ഇങ്ങനത്തെ നെഗറ്റീവ് കമൻറ്റ്സ് പറഞ്ഞ് പ്രചരിപ്പിക്കാണ്ടിരിക്കുക ആൻഡ് വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കുക. സോ ഇത്ര എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് വീഡിയോ ചെയ്തതാണ്. സോ ഇപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.